ദൈവ തിരുനാമത്തിൽ നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും അറിഞ്ഞിട്ടുള്ള ദൈവമക്കൾക്ക് വിശുദ്ധ വേദപുസ്തകം അവർക്കൊരു അതിജീവനത്തിൻ്റെ പുസ്തകമായി കണക്കാക്കാൻ പറ്റും. വേദപുസ്തകത്തിൻ്റെ ഓരോ താളുകളും പരിശോധിച്ചാൽ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം തന്നെ മനുഷ്യനെ അതിജീവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അവൻ്റെ പാപത്തിൽ നിന്ന് അവൻ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും, രക്ഷയില്ല എന്ന് പറയുന്ന ലോകത്തിൽ എങ്ങനെ രക്ഷപ്പെടുവാൻ പറ്റും, സകലരാലും കൈവിടുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയും, കൂടെ നിന്നവർ പോലും കല്ലെടുക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെ അതിനെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള വസ്തുത വിശദമായി വിശകലനം ചെയ്യുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകത്തിന് അതിജീവനത്തിൻ്റെ ഒരു ഗ്രന്ഥമെന്ന് ഞാനത് പറയുകയാണ്. അതിജീവനത്തിൻ്റെ കഥ വിവരിക്കുന്ന, അതിജീവനത്തിൻ്റെ അനുഭവങ്ങളെ വിവരിക്കുന്ന ഒരു ബൃഹത്തായ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഏത് പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ കഴിയുന്ന മാർഗം കാണിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായ വിലപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. വിശുദ്ധ വേദപുസ്തകത്തിൽ അതിജീവിച്ച അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. മോശയെ പോലുള്ള വ്യക്തികൾ, ജോസഫിനെ പോലെയുള്ള വ്യക്തികൾ, ജെരമ്യാവിനെ പോലെയുള്ള വ്യക്തികൾ, ദാവീദിനെ പോലെയുള്ള വ്യക്തികൾ, പൗലോസിനെ പോലെയുള്ള ആൾക്കാർ, ഇങ്ങനെ ധാരാളം വ്യക്തിത്വങ്ങൾ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും അതിജീവിച്ചതിൻ്റെ അനുഭവങ്ങളെ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. മോശയ്ക്ക് മരുഭൂമിയിൽ അതിജീവിക്കേണ്ടതായ സാഹചര്യമുണ്ടായി. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അതിജീവിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ അനുഭവം അവർ അതിജീവനത്തിൻ്റെ തന്നെ ഒരു അനുഭവമാണ് എന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ ദൈവമായ, അവർ നടത്തിപ്പുകാരനായ, അവരെ വിളിച്ചിറക്കിയതായ യഹോവയായ ദൈവം അവരെ വിളിച്ച നാൾ മുതൽ അനേക പ്രതിസന്ധികളെ അവർ അതിജീവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ അതിജീവനത്തിനെല്ലാം സഹായമെന്ന വണ്ണം ദൈവം അവർക്ക് കൂട്ടായി നിന്ന് വഴി കാണിച്ചു കൊടുത്ത വഴികളെക്കുറിച്ച് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ അതിജീവനത്തിൻ്റെ വഴികളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തിലുള്ള ഒരു മനുഷ്യരും തന്നെ ഇസ്രായേലിനെ സഹായിച്ചതായിട്ടോ അവരെ അംഗീകരിച്ചതായിട്ടോ കാണുന്നില്ല. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ ദൈവം അവർക്ക് അതിജീവിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും നൽകി എന്നുള്ളതാണ്. കഴിഞ്ഞ 1000 ചില്ലുവാനം വർഷങ്ങളായി ഇസ്രായേൽ ജനം അനുഭവിക്കുന്ന വ്യതകളും അനുഭവിക്കുന്ന പ്രതിസന്ധികളെയും ഒക്കെ അവർ അതിജീവിച്ച മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഒരിക്കലും നശിച്ചു പോകാതെ, ഒരിക്കലും താളടിയാകാതെ, തകർന്നു പോകുമോ, നശിച്ചു പോകുമോ, ഇല്ലാതാകുമോ എന്നിത്യാദി ചിന്തകളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യങ്ങളെയൊക്കെ ഇസ്രായേൽ ജനം അതിജീവിച്ചു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മോശയെ സംബന്ധിച്ചിടത്തോളം മോശയുടെ ജനനത്തിൽ തന്നെ അതിജീവനത്തിൻ്റെ അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശ അതിജീവിച്ചതായ വഴികൾ ജനനത്തിങ്കിൽ തന്നെ നശിപ്പിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് മോശയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്നത്. ആ ജനനത്തിങ്കിൽ തന്നെ മരണത്തിന് വിധേയപ്പെടാതെ, ആ നൈൽ നദിയിൽ ഒടുങ്ങിപ്പോകാതെ അതിനെ അതിജീവിക്കുവാനായിട്ട് ദൈവം മോശയ്ക്ക് വഴികളെ തുറന്നു എന്നുള്ളതാണ്. മോശയെ അതിജീവിക്കുന്നതിന് വേണ്ടി, മോശയ്ക്ക് അതിജീവനത്തിൻ്റെ പാതകൾ ഒരുക്കുന്നതിന് വേണ്ടി ദൈവം അതാത് സമയങ്ങളിൽ
വഴികളെ ഒരുക്കി, വ്യക്തികളെ അത് സഹായത്തിനായി ഒരുക്കിയതായി അനുഭവകഥയിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് മോശയ്ക്ക് അതിജീവിക്കുവാനുണ്ടായ ശക്തി എന്താണ് എന്നും, തൻ്റെ പ്രവർത്തന മേഖലകളിലേക്ക് വരുമ്പോൾ താനെ തൻ്റെ സഹോദരന്മാർക്ക് കൂട്ടായി നിന്നതുകൊണ്ട് അവരെ തമ്മിൽ അലോഹിക്കാരായി മാറാതിരിക്കുവാൻ, അവരെ ശാന്തതയുള്ളവരാക്കി തീർക്കുവാൻ ശ്രമിച്ച മോശയെ സഹോദരങ്ങളോട് ശാന്തനാക്കുന്ന നല്ല ലീഡറായിട്ടല്ല അവനെ കണ്ടത്, അവനെ ശത്രുവായിട്ടാണ് അവർ കണ്ടത്. സഹോദരങ്ങൾ തമ്മിൽ ഭിന്നിപ്പിക്കുമ്പോൾ, സഹോദരങ്ങൾ തമ്മിൽ അകന്നു മാറാതിരിക്കുവാൻ, അവരെ യോജിപ്പിക്കുവാൻ നോക്കിയ മോശയ്ക്ക് കിട്ടിയത്, മോശ അവരുടെ നടുവിൽ ഒരു ശത്രുവിനെ പോലെയാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് മോശയ്ക്ക് അതിജീവനത്തിൻ്റെ പാത അടയപ്പെട്ടിട്ടില്ല. സഹോദരങ്ങൾ തടഞ്ഞതുകൊണ്ടോ, സഹോദരങ്ങൾ അവരുടെ കൂടെ നിന്നില്ലെന്ന് വിചാരിച്ചോ മോശയുടെ അതിജീവനത്തിൻ്റെ പാതയൊന്നും അടഞ്ഞുപോയില്ല എന്നുള്ളതാണ്. വീണ്ടും തന്നെ എബ്രാനും മിസ്രയീമും തമ്മിൽ അലോഹ്യമുണ്ടാക്കുന്നത് കണ്ടപ്പോൾ മോശ ഓടിച്ചെന്നവരെ സഹോദരന്മാരാണ് അവരെ നിരപ്പാക്കാൻ നോക്കിയപ്പോൾ അവിടെയും തനിക്ക് അത് ഒറ്റപ്പെടേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. എബ്രാനും മിസ്രയീമും തമ്മിൽ അടിയുണ്ടാകുമ്പോൾ അവർ പഴയ കഥ പറഞ്ഞവനെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. എബ്രാനും മിസ്രയീമും തമ്മിൽ അടിയുണ്ടായപ്പോൾ മിസ്രയീമിനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ട കാര്യം ആരും അറിഞ്ഞതല്ല. പക്ഷെ സഹോദരന്മാർക്കറിയാമായിരുന്നു. അവർ അവനെ ആ സാഗരത്തിൽ കുത്തിനോവിക്കുകയാണ്. നീ മിസ്രയീമിനോട് ചെയ്തതുപോലെ ഞങ്ങളോടും ചെയ്യുവാൻ തുടങ്ങുന്നു എന്ന ഭാവത്തിൽ അവനോട് ഇടപെടുകയും അവനത് രഹസ്യങ്ങൾ പുറത്താകുമല്ലോ എന്നറിഞ്ഞ് അവൻ ഓടിപ്പോവുകയാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ ഒരു അതിജീവനത്തിൻ്റെ പാത എങ്ങനെയാണ് തുറക്കുന്നത്? എവിടെ പോയാൽ ആര് സഹായിക്കും? പക്ഷേ മോശ ഓടിപ്പോയിടത്തൊക്കെ ദൈവം അവന് അതിജീവിക്കുവാനുള്ള വഴികളെ തുറന്നു എന്നുള്ളതാണ്. ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി, തൻ്റെ ഭക്തന് വേണ്ടി തുറക്കുന്ന വഴികൾ ഏത് വഴിയെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയുന്നതല്ല. മനുഷ്യൻ്റെ വഴികളെക്കാൾ വിശാലമാണ് ദൈവത്തിൻ്റെ വഴി. ദൈവത്തിന് കൊടുങ്കാറ്റിലും പെരുങ്കാറ്റിലും ഒക്കെ വഴി തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മൾ സേവിക്കുന്ന ദൈവം എന്നുള്ളത് മറന്നു പോകണം. മോശ പിന്നീട് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ശുശ്രൂഷകനായി മുൻപോട്ട് പോകുമ്പോൾ അനേക പ്രശ്നങ്ങളാണ് അതിജീവിക്കേണ്ടി വന്നത്. അവിടെയെല്ലാം എങ്ങനെയാണ് മോശ അതിജീവിച്ചത് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് നെടുവീർപ്പുകളിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചു, അല്ലെങ്കിൽ നിലവിളിച്ചു എന്നുള്ളതാണ്. ദൈവജനത്തിനു വേണ്ടി ഇടിവ് നിന്ന മോശ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നെടുവീർപ്പിട്ടതേ ഉള്ളൂ, ഏങ്ങലടിച്ചതേ ഉള്ളൂ. ആ നെടുവീർപ്പിട്ട സമയത്ത് മോശയ്ക്ക് ദൈവം അതിജീവനത്തിലുള്ള പാത ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ചില നെടുവീർപ്പുകൾ ഉണ്ടാകുമ്പോൾ, ചില പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, അതിജീവിക്കുവാൻ വഴിയില്ലെന്ന് നമുക്ക് അവിടെയെല്ലാം ഒരു നെടുവീർപ്പ്, നിന്റെ ഏങ്ങലടി അതൊരു അതിജീവനത്തിൻ്റെ വഴിയായി മാറുമെന്നുള്ളത് മറന്നു പോകരുത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലായ്പ്പോഴും ഒരുപക്ഷെ അവന് ഉപവസിച്ചുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ അത് തുടർമാന മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥനയിൽ മുഴുകിയോ ഒന്നും ഇരിക്കുവാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ അവൻ്റെ പ്രവർത്തന മേഖലകളിൽ ആ മണ്ഡലത്തിലായിരിക്കുമ്പോൾ, പ്രവർത്തനത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത്ര രീതിയിൽ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും നീ നടക്കുന്ന നടപ്പിൽ, നീ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് ഒന്ന് നെടുവീർപ്പിട്ടാൽ ആ നെടുവീർപ്പ് ഒരു അതിജീവനത്തിൻ്റെ മാർഗമായി മാറും എന്നുള്ളത് മറന്നു പോകരുത്. പലപ്പോഴും നമ്മൾ മണിക്കൂറുകൾ പ്രാർത്ഥിക്കണമെന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയാം, അധികം മണിക്കൂറുകൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും, അധികം മണിക്കൂറുകൾ അത് ദൈവസ്ഥലം ഇരുന്നില്ലെങ്കിലും, നീ പ്രവർത്തന മണ്ഡലത്തിലാണോ, നീ കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന ആളാണോ, കർത്താവിന് വേണ്ടി എപ്പോഴും ചിന്തിക്കുന്ന ആളാണോ, കർത്താവിന് വേണ്ടി പ്രവർത്തനത്തിൽ വ്യാപൃതനാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
നിന്റെ മണിക്കൂറുകളുടെ പ്രാർത്ഥനയേക്കാൾ ഉപരി നിന്റെ ഏങ്ങലടിക്ക് വളരെ പ്രസക്തിയുണ്ടെന്നുള്ളത് മറന്നു പോകരുത്. അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് ഏങ്ങലടിച്ച് വിങ്ങിപ്പൊട്ടുന്ന ആ നിമിഷമുണ്ടല്ലോ, ദൈവം നിനക്ക് വേണ്ടി അതിജീവനത്തിൻ്റെ വഴികളെ തുറക്കുകയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ആകയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലയില്ലാതെ കയറ്റിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ ഒരുപക്ഷെ നമുക്കവിടെ ചെയ്യാൻ കഴിയുന്നത് മണിക്കൂറുകൾ ഇരുന്ന് ഉപസിക്കുവാനോ പ്രാർത്ഥിക്കുവാനല്ല കഴിയുന്നത്. ഒരു ഏങ്ങലടി മതി, ഒരു സങ്കടം മതി. നിന്റെ ആശ്വാസത്തിന് വേണ്ടി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ ഒന്ന് ഏങ്ങലടിച്ചാൽ അതൊരു അതിജീവനത്തിൻ്റെ മാർഗമായി മാറുമെന്നുള്ളത് മറന്നു പോകരുത്. ദൈവം മോശയെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവം അവനെ കൊണ്ട് ഉപയോഗിക്കുമെന്ന് ഒരു പദ്ധതി ദൈവം തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പദ്ധതി പ്രകാരമാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തത്. ദൈവം മോശയെ തെരഞ്ഞെടുത്തത് ആ പദ്ധതിക്ക് അവനെ പറ്റിയ ആളായതുകൊണ്ടാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തത്. അതിജീവിക്കുവാനായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള കരുത്ത് അവൻ ആർജിച്ചെടുക്കുമെന്നുള്ള മുന്നമേ ദൈവത്തിൻ്റെ നിർണയത്തിലാണ് ദൈവം മോശയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് വെറുതെ തെരഞ്ഞെടുത്തതല്ല. അതിജീവിക്കുവാനുള്ള വഴികൾ ദൈവം കണ്ടിട്ടാണ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ നീ കടന്നു പോകുമ്പോൾ അതിജീവിക്കുവാൻ മാർഗമില്ലെന്ന് നീ വിചാരിച്ചാലും തക്ക സമയത്ത് ദൈവം തമ്പുരാൻ വഴികളെ നിനക്ക് തുറന്നു തരും. ഓരോ ഭക്തന്മാരുടെ അനുഭവങ്ങൾ നോക്കിയാൽ നെടുവീർപ്പിട്ട് അയ്യം വിളിച്ച് സങ്കടപ്പെട്ട് വഴികളില്ലെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്ന നിമിഷങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വഴികളെ തുറന്ന് അവരെ ജയോത്സവമായി നടത്തുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. മരുഭൂമിയിൽ ദൈവം അവർക്ക് വേണ്ടി കരുതൽ നടപടി ചെയ്തില്ലേ? വെള്ളമില്ലാതെ വരണ്ട ദേശത്തൂടെ നടക്കുമ്പോൾ ദാഹജലത്തിന് ദൈവം വെള്ളം കൊടുത്തില്ലേ? അതാണ് ആ മരുഭൂമിയിൽ അതിജീവിക്കുവാൻ വെള്ളമായിരുന്നു അവർക്ക് വേണ്ടത്. ദൈവം വെള്ളം നൽകിയില്ലേ? മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോൾ അവർക്ക് തണൽ ആവശ്യമായിരുന്നു. സ്വർഗത്തിലെ ദൈവം അവർക്ക് തണൽ നൽകിയില്ലേ? അതിജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലേ? അവരുടെ 40 വർഷത്തെ സംവത്സരത്തിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുവാനോ വെതയോ കൊയ്ത്തോ നടത്തുവാൻ സാഹചര്യമില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവം അവർക്ക് ഭക്ഷണത്തിനുള്ള മാർഗങ്ങൾ ഒരുക്കിയില്ലേ? അങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള വഴികൾ എന്നത് ഓർക്കുമ്പോൾ അത്ഭുതം കൂറുമാറോ. നമ്മൾ അത്ഭുതം കൂറുകയല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെയൊക്കെ ഗംഭീരമായ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ക്ലൈമാക്സിൽ നമ്മൾ എത്തിയത് കൊണ്ടോ ഒന്നുമല്ല ദൈവം പല വഴികളും നമുക്ക് തുറന്നിട്ടുള്ളത്. ചില രാത്രിയിലെ ഏങ്ങലടികൾ, ചില രാത്രിയിലെ സങ്കടപ്പെടലുകൾ, ചില രാത്രിയിലെ കിടന്നുറങ്ങുവാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും ദൈവമേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങുവാൻ കഴിയാതെ ഏങ്ങലടിച്ച ദിനരാത്രങ്ങൾ അത് നിനക്ക് അത് അതിജീവനത്തിനുള്ള മാർഗം തുറക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പല ഭക്തന്മാരെയും പരിശോധിച്ച് കഴിയുമ്പോൾ, പല ഭക്തന്മാരുടെ അനുഭവങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പറയാനുള്ളത് ദിനരാത്രങ്ങൾ, ഏങ്ങലടിച്ച ദിനരാത്രങ്ങളുണ്ട്. കിടന്നുറങ്ങുവാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ദിനരാത്രങ്ങളുണ്ട്. പക്ഷേ അടുത്ത പ്രഭാതമാകുമ്പോൾ ദൈവം അതിനൊരു പരിഹാരമൊരുക്കി, ദൈവം അതിനൊരു വഴികളെ തുറന്ന് ദൈവം ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ സംജാതമാക്കി കൊടുക്കുന്നത് നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുള്ള ഏങ്ങലടിക്ക് ഒരു മറുപടി ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ജനത്തിന് ആഹാരമില്ലാതെ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം അവർക്ക് വേണ്ടി ആഹാരം കൊടുത്തതല്ലേ? മന്നായി കൊടുത്തില്ലേ? ഇറച്ചി കൊടുത്തില്ലേ? എന്തിനു പറയുന്നു? അവർക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിലെ ദൈവം നൽകി എന്നുള്ളതാണ്. ഇന്ന് പകല് എൻ്റെ ചുരുക്കിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുകയാണ്. മോശയെ അതിജീവിച്ചത് തൻ്റെ മണിക്കൂറുകൾ കൊണ്ടുള്ള പ്രാർത്ഥന കൊണ്ടൊന്നുമല്ല. ഒരുപക്ഷെ ആ പ്രാർത്ഥനയും അവൻ്റെ പ്രവർത്തനത്തിന് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, പലപ്പോഴും നമ്മുടെ ഭക്തന്മാരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്
ദീർഘമായ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ദൈവം വിടുതൽ നൽകിയിട്ടുള്ളത്. ഏങ്ങലടിക്കുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ, മോശ ഏങ്ങലടിച്ച നിമിഷത്തിൽ, മോശ സങ്കടപ്പെട്ട നിമിഷത്തിൽ, ദൈവത്തിൻ്റെ സന്നിധി ഇടി നിന്ന നിമിഷങ്ങളിൽ ഒക്കെ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടി എന്നുള്ളതാണ്. രണ്ടാമതൊരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ജോസഫാണ്. ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദർശനമാണ് തനിക്കുണ്ടായിരുന്നത്. ദർശനം. പക്ഷേ ദർശനമുള്ളവൻ പൊട്ടക്കിണറ്റിൽ കിടക്കുകയാണ്. പൊട്ടക്കിണറ്റിൽ നിന്ന് പൊത്തിപ്പേറിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ നിന്ന് കാരാഗ്രഹത്തിലേക്ക് പോവുകയാണ്. ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയും, പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫ് അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിയതായിട്ട് കാണുന്നില്ല. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫ് ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ട് അത് നിലവിളിച്ചതായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആ പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിൽ അവൻ വിങ്ങിപ്പൊട്ടിയിട്ടുണ്ട്, ഏങ്ങലടിച്ചിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ ആ ഏങ്ങലടി ദൈവം അവന് വിടുതലാക്കി, അതിനെ അതിജീവിക്കുവാനുള്ള കരുത്താക്കി മാറ്റി. പൊട്ടക്കിണറിൻ്റെ അനുഭവത്തിൽ കിടക്കുന്ന ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുൻപിൽ വലിയ ദർശനമാണുള്ളത്. ആ വലിയ ദർശനത്തെ സമാപ്തിയിലേക്ക് എത്തുന്നത് അവൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് അവൻ അറിയാം, ഒരു നാളിൽ ഈ സൂര്യന്മാരും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും ഒക്കെ എന്നെ നമസ്കരിക്കുമെന്നുള്ള ആഴമേറിയ ഒരു ദർശനം ജോസഫിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ജോസഫ് ആ ദർശനം വെച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ പൊട്ടക്കിണറ്റിൽ ഏങ്ങലടിച്ചു കാണും, സങ്കടപ്പെട്ട് കാണും. ആ സങ്കടം അവനെ ഉയരത്തിലേക്ക് കൊണ്ടുവരാനിടയായിത്തീർന്നു. ആ പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ കയറ്റുവാൻ, അത് അവൻ്റെ ഏങ്ങലടി, അവൻ്റെ സങ്കടം, അവൻ്റെ ആ ദുഃഖസാന്ദ്രമായ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾ അവന് വിടുതലാക്കി ഭവിച്ചു എന്നുള്ളത് മറന്നു പോകരുത്. ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി നിൽക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ഏങ്ങലടി മതി ദൈവത്തിന് വിടുതൽ നൽകുവാൻ. അവൻ്റെ ഒരു സങ്കടം മതി അവനൊരു അതിജീവനത്തിനുള്ള വഴി തെളിക്കുവാൻ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അതിജീവിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ, അതിജീവിക്കുവാൻ കഴിയുന്ന ഒരു മാർഗം ദൈവത്തിൻ്റെ മാർഗമാണ്. അത് നിന്റെ ഏങ്ങലടി മാത്രം മതി. നിനക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാതെ, സങ്കടപ്പെടുവാൻ പോലും കഴിയാതെ ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഏങ്ങലടിച്ചു, അതേ ദീർഘശ്വാസം വിടുമല്ലോ, അതിനാണ് മറുപടി ദൈവം നൽകുവാനായിട്ട് പോകുന്നത്. ജോസഫിനെ ദൈവം ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ഏങ്ങലടിയാണ്, അവൻ്റെ സങ്കടമാണ്, അവൻ്റെ സങ്കടത്തോടു കൂടിയുള്ള അവൻ്റെ നിലവിളിയാണ്, നിരപരാധിത്വത്തോടു കൂടിയുള്ള അവൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലാണ് അവനെ വിടുതലിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് മറന്നു പോകരുത്. മൂന്നാമത് ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് ദാവീദാണ്. ദാവീദിൻ്റെ ജീവിതാനുഭവങ്ങൾ എത്ര ക്ലേശകരമായ ജീവിതാനുഭവങ്ങളാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ബേത്ലഹേമിനായ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അതിജീവനത്തിൻ്റെ മാർഗം അതിഭയങ്കരമായ ഒരു മാർഗമാണ്. ഇരുള് നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരു ഭക്തനാണ് ദാവീദ് എന്നുള്ളത് മറന്നു പോകരുത്. ജനത്തിനു വേണ്ടി അത് നിൽക്കുവാൻ തയ്യാറായ ഒരു ഭക്തനാണ് ജോസഫ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ദാവീദ് എന്നുള്ളത് മറക്കരുത്. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ, ഇങ്ങനെയുള്ള വകക്കാരൊക്കെയാണ് ദാവീദിൻ്റെ കൂടെ കൂടിയിരുന്നത്. ദാവീദ് എങ്ങനെയാണ് പ്രശ്നങ്ങളെ അതിജീവിച്ചത്? നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ഭാര്യയുമായുള്ള പ്രശ്നങ്ങൾ, ഭർത്താവുമായുള്ള പ്രശ്നങ്ങൾ, ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ മറ്റിതരമായ പ്രശ്നങ്ങളുള്ളവരാണ് മനുഷ്യരെല്ലാം. അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കുവാൻ കഴിയും? ചില കുടുംബത്തിലെ പ്രശ്നങ്ങൾ കണ്ടാൽ, ചില പ്രശ്നങ്ങൾ ഉണ്ടായാൽ പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ചില മക്കളുടെ പ്രശ്നങ്ങൾ, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ആരോടും പറയാൻ വയ്യാത്ത അവരുടെ പ്രശ്നങ്ങൾ, അതിനെയൊക്കെ എങ്ങനെ അവർക്ക് അതിജീവിക്കുവാൻ കഴിയും? ദാവീദിൻ്റെ അനുഭവം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദാവീദിൻ്റെ അനുഭവം ശമൂവേലിന്റെ പുസ്തകം 1-ാം പുസ്തകം 30-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ എത്ര ക്ലേശകരമായിരുന്നു. ദാവീദ് ഒരിക്കൽ സിക്ലാഗിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, സിക്ലാഗെല്ലാം വെന്ത വെണ്ണീറായി കിടക്കുന്ന കാഴ്ചയാണ്. സിക്ലാഗിനെ മുഴുവനും ശത്രു സൈന്യം വന്ന് പിടിച്ചടക്കി
അവിടെയെല്ലാം തീയിട്ട് അതേ വീടും ദേശവുമെല്ലാം വെണ്ണീറായി കിടക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ദാവീദ് കാണുന്നത്. താൻ പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ 30-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ദാവീദിന്റെ ഭാര്യമാരെയും പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയി. ആ വാക്യത്തിൽ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് വലിയ കഷ്ടത്തിലായെന്നാണ്. വലിയ കഷ്ടത്തിലായി. അവിടെ കാണുന്ന ഒരു പ്രത്യേക ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. 5-ഉം 6-ഉം വാക്യം വായിച്ചാൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദോ ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. അവിടെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്, ഉറക്ക നിലവിളിച്ചു. ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദ് ചെയ്ത തെറ്റെന്താണ്? ഒരു തെറ്റും ദാവീദ് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ തൻ്റെ ദേശം പോലും തനിക്ക് നഷ്ടമായിരിക്കുന്നു. തൻ്റെ ഭാര്യമാരും പുത്രന്മാരും എല്ലാം തനിക്ക് നഷ്ടമായിരിക്കുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലായി. ചെറിയ കഷ്ടമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, വലിയ കഷ്ടത്തിലായി ദാവീദ്. വലിയ കഷ്ടത്തിലായ ദാവീദിന് എന്താ അവിടെ സംഭവിച്ചത്? അവിടെ ഉപവസിച്ചോ? അവിടെ പ്രാർത്ഥിച്ചോ? അവിടെയൊക്കെ കാണുന്നത് നിലവിളിക്കുകയാണ്. സങ്കടത്തിൻ്റെ ക്ലൈമാക്സിലെത്തിയിരിക്കുകയാണ്. എങ്ങനെയാ നിലവിളിച്ചതറിയാമോ? ബലമില്ലാതാകുവോളം ഉറക്ക നിലവിളിച്ചു എന്നാണ്. ഉറക്കെ. സങ്കടം അത്രമാത്രം ഭയങ്കരമായിരുന്നു. വേദന എത്രമാത്രം ഭയങ്കരമായിരുന്നു. വേദനയോടുകൂടി സങ്കടത്തോടുകൂടി ദാവീദ് നിലവിളിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ നിലവിളിയുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകി എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. സ്വർഗത്തിലെ ദൈവം മറുപടി നൽകുന്ന ദൈവമാണ്. സങ്കടങ്ങളുടെ നടുവിൽ മറുപടി കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ളത് ഇന്ന് പകൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കടങ്ങൾ, ഏങ്ങലടികൾ ദൈവസന്നിധി ഉയർത്തുമ്പോൾ അതിന് മറുപടി നൽകുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം, ആ ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് ആ മുറിക്കകത്ത് നാവ് എടുക്കാൻ പറ്റാതെ ഏങ്ങലടിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവസന്നിധി സങ്കടപ്പെടുവാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് വിടുതൽ നിശ്ചയമായും ദൈവം നൽകും. സങ്കടങ്ങളോട്, ഏങ്ങലടിയോടെ, നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ സ്വർഗത്തിലെ ദൈവം മറുപടി നൽകും, നിശ്ചയമാണ് എന്നുള്ളത് മറന്നു പോകരുത്. ദാവീദിന്റെ പ്രശ്നങ്ങളെ അത്രയും വലിയ പ്രശ്നങ്ങളാണ് തനിക്കുണ്ടായിരുന്നത്. അത്രയും വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ദാവീദിനെ സഹായിച്ചെങ്കിൽ ഇന്ന് പകൽ നിങ്ങളെയും സഹായിപ്പാൻ അവൻ ശക്തനാണ്, എന്നെയും സഹായിപ്പാൻ അവൻ ശക്തനാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയാതെ പ്രതിസന്ധികൾ എങ്ങനെ അതിജീവിക്കുമെന്ന് ഭാരപ്പെട്ടു വേദനപ്പെട്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് ഏങ്ങലടിക്കുവാൻ കഴിയുന്നുണ്ടോ? നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുവാൻ കഴിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവം നിന്നെ ഒരു നാളും അതിജീവനത്തിൻ്റെ പാത അടച്ചു കളയുകയില്ല. അതിജീവനത്തിൻ്റെ പാത നിനക്ക് വേണ്ടി തുറന്നു തന്ന് വിശാലത വരുത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നമുക്കായി ജീവിക്കുന്നു. ആ ദൈവത്തെ നമുക്ക് ഉയർത്താം. ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ സങ്കടങ്ങളെ പകരം, ആ ദൈവത്തിൻ്റെ സന്നിധി നമ്മുടെ ഏങ്ങലടികളൊക്കെ ഉയരട്ടെ. ആ ഏങ്ങലടികൾ വിടുതലായി തീരുമെന്നുള്ളതാണ്. നിങ്ങളുടെ രക്തം പരിശോധിച്ചാൽ ഒരു പക്ഷേ രക്തത്തിലെ രോഗാണുക്കളെ കണ്ടുപിടിക്കാൻ പറ്റിയ, എന്നാൽ നിങ്ങളുടെ ഏങ്ങലടി ഏത് മനുഷ്യർക്കും പരിശോധിച്ചിട്ട് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ട് ഏങ്ങലടിച്ചു. എന്തുകൊണ്ട് ഏങ്ങലടിയുടെ പരിണിതപരമായി സങ്കടം വന്നു, കണ്ണുനീര് വന്നു എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് പറയാൻ കഴിയും. സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ്റെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെക്കുന്നു. എന്തിനാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഏങ്ങലടിച്ചത്, നീ സങ്കടപ്പെട്ടത്? അതിനൊരു മറുപടി ഈ ദിവസങ്ങളിൽ ദൈവം പകരാൻ പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ രാത്രിയിൽ നീ ഏങ്ങലടിച്ച വിഷയത്തിൻ്റെ മേൽ ഈ ദിവസങ്ങൾ ദൈവം നിനക്ക് വേണ്ടി മറുപടി ഒരുക്കും. ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സാമ്പത്തിക വിഷയത്തിൽ നീ ഭാരപ്പെട്ടിരിക്കുന്നു, നിന്റെ കടബാധ്യത നീ ഭാരപ്പെട്ട് ഏങ്ങലടിക്കുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ അതിന് മറുപടി ഒരുക്കാൻ പോകുകയാണ്. മോശയ്ക്ക് വേണ്ടി വഴികളെ തുറന്ന ദൈവം, യോസഫിന് വേണ്ടി വഴികളെ തുറന്ന ദൈവം, അത് ദാവീദിന് വേണ്ടി വഴികളെ തുറന്ന ദൈവം നിനക്ക് വേണ്ടിയും വഴികളെ തുറക്കുവാൻ ശക്തനാണ്. ഏങ്ങലടി മറക്കരുത്, സങ്കടപ്പെടുവാൻ മറക്കരുത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞ് നീ കിടന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് എത്തിയിട്ടുണ്ട്, അതിന് മറുപടി ഒരുക്കുമെന്നുള്ളത് മറന്നു പോകരുത്. ഒരാളെ കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. അടുത്ത വ്യക്തിത്വം എന്ന് പറയുന്നത്
യെരമ്യാ പ്രവാചകനാണ്. യെരമ്യാ പ്രവാചകനെ ദൈവം വിളിക്കുമ്പോൾ യെരമ്യാ പ്രവാചകൻ പറയുന്നു, ഞാനൊരു ബാലനാണ്, എനിക്ക് പ്രവചിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയത്തില്ലെന്നാണ് അത് യെരമ്യാവ് പറയുന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ അങ്ങനെ പറയരുത്. യെരമ്യാവ് പ്രവചനം തുടങ്ങി. യെരമ്യാവ് പ്രവചിച്ചപ്പോൾ യെരമ്യാവിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഉറപ്പുള്ള അത് താമര കതകാക്കി ഇരുമ്പോടാമ്പലാക്കി ഞാൻ നിന്നെ ഉറപ്പുള്ള പട്ടണമാക്കി മാറ്റിയിരിക്കുന്നു. എന്തൊരു അത്ഭുതകരമായ കാര്യമാണ്. യെരമ്യാവിനെ ബലപ്പെടുത്താൻ വേണ്ടി ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഉറപ്പുള്ള പട്ടണമാക്കിയിരിക്കുന്നു, ഞാൻ നിന്നെ താമര കതകാക്കി മാറ്റിയിരിക്കുന്നു, ഇരുമ്പോടാമ്പലാക്കി മാറ്റിയിരിക്കുന്നു. ഒരു ശത്രുവിൻ്റെ അമ്പ് ഇരുമ്പോടാമ്പലിൽ എത്തുകയില്ല. ഒരു ശത്രുവിൻ്റെയും ആയുധം അത് ഈ താമര കതകിന്മേൽ അടിച്ചാൽ അത് ഒന്നും വീശുകയില്ല. അന്നത്തെ യുദ്ധ സാമഗ്രികളൊക്കെ അമ്പും വില്ലും ഒക്കെയാണ്. അതിനൊന്നും തകർക്കുവാൻ കഴിയാത്ത ഇരുമ്പോടാമ്പൽ കൊണ്ടും താമര കതക് കൊണ്ടും ഞാൻ നിന്നെ ഉറപ്പിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. യെരമ്യാവ് പ്രവചനം ആരംഭിച്ചു. പക്ഷേ യെരമ്യാവ് പ്രവചനം ആരംഭിച്ചെങ്കിലും യെരമ്യാവിൻ്റെ പ്രവചനം വളരെ ബുദ്ധിമുട്ടിലൂടെ പോകേണ്ട സാഹചര്യങ്ങളാണ് യെരമ്യാവിനുണ്ടായത്. ഇസ്രായേൽ ജനം വളരെ വഷളത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യെരമ്യാവ് പ്രവചനവുമായി തുടങ്ങിയത്. അവരെ ആ വഷളത്വത്തിന് മടങ്ങി വരണമെന്നുള്ളതായിരുന്നു ദൂത്. പക്ഷേ അവരാരും യെരമ്യാവിനെ അംഗീകരിച്ചില്ല. യെരമ്യാവിനെ പുച്ഛിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയുള്ള യെരമ്യാവിനെ ശുശ്രൂഷ ചെയ്തിട്ടും അവനെ അടിക്കുകയും കല്ലെറിയുകയും കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അവിടെങ്ങും യെരമ്യാവ് നിർത്തിയില്ല. അവനെ കല്ലെറിഞ്ഞത് കൊണ്ടോ അവനെ കാരാഗ്രഹത്തിൽ അടച്ചതുകൊണ്ടോ ഒന്നും യെരമ്യാവിൻ്റെ പ്രവചന ശുശ്രൂഷ അവസാനിച്ചില്ല. യെരമ്യാവ് അതിനെല്ലാം അതിജീവിക്കുകയാണ് ചെയ്തത്. ഒറ്റക്കാര്യം കൂടെ പറയുകയാണ്, യെരമ്യാവ് എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് ചോദിച്ചാൽ, യെരമ്യാവ് പ്രതിസന്ധികളെ നേരിടുമ്പോഴും തൻ്റെ പ്രവചനം നിർത്തിയില്ല എന്നുള്ളതാണ്. തന്നെ കല്ലെറിയുമ്പോഴും പ്രവചനം നിർത്തിയില്ല, തന്നെ അടിക്കുമ്പോഴും പ്രവചനം നിർത്തിയില്ല, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും പ്രവചനം നിർത്തിയില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് അതിജീവിക്കുവാനുള്ള അടുത്തൊരു മാർഗമെന്ന് പറയുന്നത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറപടിയായി നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അതിജീവനത്തിനുള്ളൊരു ഉപാധിയായി മാറുകയാണ്. നിനക്ക് പരാജയപ്പെടുവാനോ നിനക്ക് കണ്ണിൽ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുവാനോ നേരമില്ല. നീ ശുശ്രൂഷ ചെയ്തു കൊള്ളുക. ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് തന്നെ ഒരു അതിജീവനമായി മാറുമെന്നുള്ളത് മറന്നു പോകരുത്. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയരോട് ഞാൻ ഓർപ്പിക്കുന്നു, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ, അത് ആ ശുശ്രൂഷ ചെയ്ത് മനുഷ്യൻ്റെ പ്രതികരണങ്ങളും മനുഷ്യൻ്റെ ഒറ്റപ്പെടുത്തലുകളും മനുഷ്യൻ്റെ ഗൂഢാലോചനകളും ഒക്കെ കൊണ്ട് നീ ഒരു പക്ഷേ ഒറ്റപ്പെട്ട വ്യക്തിയെ പോലെ ആയി തോന്നിട്ടുണ്ടാകാം. പക്ഷേ ആരും നിന്നെ സഹായിച്ചില്ലെന്ന് വിചാരിച്ച് നീ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. ആ പ്രതിസന്ധിയിൽ ശുശ്രൂഷ ചെയ്തു കൊള്ളുക, ആ പ്രവചന ശുശ്രൂഷ ചെയ്തു കൊള്ളുക, ആ സുവിശേഷ പ്രവർത്തനം ചെയ്തു കൊള്ളുക, ആ സഭാ ശുശ്രൂഷ ചെയ്തു കൊള്ളുക. ഏത് ശുശ്രൂഷയാണോ നിനക്ക് ചെയ്ത് തന്നിരിക്കുന്നത് അത് ചെയ്തു കൊള്ളുക. അതിലൂടെ അതിജീവനത്തിൻ്റെ പദ്ധതി ദൈവം ഒരുക്കി തന്ന് നിന്നെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളത് മറന്നു പോകരുത്. ആകയാൽ നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നത് തന്നെ അതിജീവനത്തിൻ്റെ ഒരു പാതയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, അതേ ശുശ്രൂഷയിൽ മടുത്ത ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. ഒരു കാര്യം ചെയ്തിട്ട് അതിന് അംഗീകാരമില്ലാത്തത് കൊണ്ട് എന്നെ ആരും അംഗീകരിക്കുന്നില്ലെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ചിലരോട് സംസാരിക്കുകയാണ്. അത് നിന്റെ ശുശ്രൂഷ നിറപടിയായി ചെയ്തു കൊള്ളുക. ആ ശുശ്രൂഷ ചെയ്യുന്നത് തന്നെ നിനക്കൊരു അതിജീവനത്തിൻ്റെ മാർഗമായി മാറുമെന്നുള്ളത് മറന്നു പോകരുത്. ഏത് പ്രശ്നത്തെയാണോ നീ അഭിമുഖീകരിക്കാൻ ബന്ധപ്പെടുന്നത്, ആ പ്രശ്നത്തെ അതിജീവിക്കുവാനുള്ള കരുത്തും ബലവും തന്ന് ശുശ്രൂഷ നിറപടിയായി ചെയ്ത് വിജയത്തിലേക്ക് എത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാര്, നിങ്ങളുടെ ജീവിതത്തിലും ചില പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയാതെ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസനം നെടുവീർപ്പിട്ട് കൊള്ളുക. ആ നെടുവീർപ്പ് ഒരു വിടുതലാണ്. നെടുവീർപ്പിൻ്റെ പരിണിത ഫലം വഴികളെ ദൈവം തുറന്നു തരും. കരയുവാൻ ബലമില്ലാതാകുള്ളവരൊക്കെ കരഞ്ഞു ഇതിനെ പോലെ നിങ്ങളും കരഞ്ഞുകൊള്ളുക. ദൈവം അത് അതിജീവനത്തിനുള്ള മാർഗമൊരുക്കി തന്ന് ജയത്തിലേക്ക് നിങ്ങളെ എത്തിക്കും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ചില ജീവിതങ്ങളോടുള്ളതായ അള്ളപ്പാടുകളായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു.